ഹലോ ഗായ്സ്, നമുക്കിന്നൊരു റീചാർജബിൾ ലാമ്പ് ഉണ്ടാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു 4 വോൾട്ടിൻ്റെ ഒരു LED, ഒരു ചാർജിങ് മോഡ്യൂൾ, ഒരു റീചാർജബിൾ ബാറ്ററി 3.7 വോൾട്ട്, പിന്നെ കുറച്ച് വയർ. ഇനി ഇതെങ്ങനെ കണക്ട് ചെയ്യണമെന്ന് കാണിക്കാട്ടാ. ആദ്യമേ നമുക്ക് ബാറ്ററിയിൽ കുറച്ച് വയർ പിടിപ്പിച്ചെടുക്കാട്ടാ. ഇനി ബാറ്ററിയിൽ നിന്ന് നേരെ ചാർജിങ് മോഡ്യൂളിലേക്ക്. ഇവിടെ ബാറ്ററിയുടെ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, B+ഉം B-. അത് കറക്റ്റ് ആ വയർ കണക്ട് ചെയ്യണം. ഇതേപോലെ കണക്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് LED വയർ പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ വയർ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി കൺട്രോളറിലേക്ക് എങ്ങനെ പിടിപ്പിക്കാന്നാണ് ഞാൻ കാണിക്കണേ. ഇനി ചാർജിങ് മോഡ്യൂളിന്റെ ഔട്ട് ഉണ്ടല്ലോ, ഈ ഔട്ട് രണ്ടെണ്ണം നമുക്ക് കൺട്രോളറിന്റെ ഇൻപുട്ടിൽ കൊടുക്കണം. എന്നിട്ട് ഇതിന്റെ ഔട്ടാണ് നമ്മൾ ഈ ലൈറ്റ് ഇവിടെ പിടിക്കും. മോട്ടർ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ലൈറ്റ് പിടിപ്പിക്കേണ്ടത്. ഇനി ഇതിന്റെ ഔട്ട്പുട്ടില്ലേ, ഈ മോട്ടറിന് എഴുതിയേക്കണം, അവിടെ നമുക്ക് LED വെക്കാം. ബാറ്ററി നേരെ ചാർജിങ് മോഡ്യൂളിന്റെ നടുക്കാണ് കണക്ട് ചെയ്തേക്കണേ. പിന്നെ ചാർജിങ് മോഡ്യൂളിന്റെ ഔട്ട്പുട്ട് രണ്ടും പുറത്താണ്. ആ പുറത്തുനിന്ന് നേരെ എടുത്തിട്ട് നമ്മുടെ കൺട്രോളറിലേക്ക് കൊടുത്തേക്കണേ, കൺട്രോളറിന്റെ ഇൻപുട്ടിലേക്ക്. എന്നിട്ട് കൺട്രോളറിന്റെ ഔട്ട്പുട്ട് നേരെ എടുത്ത് നമ്മൾ ലൈറ്റിലേക്ക് കൊടുത്തേക്കണേ. ഇനി നമുക്കിത് കുറച്ചു നേരം ചാർജ് ചെയ്യാൻ വെക്കാം. ഇവിടെ ചാർജ് ചെയ്യാൻ അവിടെ LED ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാട്ടാ. ഈ കൺട്രോളറിൽ നമുക്ക് ഓഫ് ചെയ്യാനും പറ്റും. നോക്കോ, ഇനി ഇതിന്റെ പവർ നോക്കാം. ഇതിപ്പോ ഏറ്റവും കുറച്ചിട്ടേക്കണേണ്. അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഇത് അടുത്തൊരു ടെറാറിയത്തിൽ ഞാൻ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ടെറാറിയത്തിന്റെ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.